ഗീയും പാലും കൂടെ ചേർന്നിട്ടുള്ളതാണ് കേട്ടോ. ഗീ വിത്ത് മിൽക്ക് മൈസൂർ പാക്ക് എന്നാണ് അതിൻ്റെ പേര്. ഇവിടെ ഒരു ലഡു അത് നോക്കട്ടെ, ബാദുഷ എന്നാ പേര് കേട്ടോ. മൈസൂർ പാക്ക് പോലെ ഉണ്ട്, പക്ഷെ ഇത് പുള്ളി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ മിൽക്ക് കേക്ക് എന്നാണ് ഇതിൻ്റെ പേര് പറഞ്ഞത്. ഓർഡിനറി മൈസൂർ പാക്ക്. ഇത് നോക്കാം, ഗീല് ചെയ്ത ഒരു സാധനം. ഇവർ അതിൻ്റെ പേര് പറയുന്നത് വെച്ചാൽ ചെമ്പാക്കളി എന്ന് കേട്ടോ. ഒന്ന് നോക്കട്ടെ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ മൈസൂരിലാണ്. മൈസൂരിൽ മൈസൂർ പാക്ക് തേടിയുള്ള ഒരു യാത്രയിലാണ്. നമ്മളെല്ലാം മൈസൂർ പാക്ക് എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ആ മൈസൂർ പാക്ക് ഉണ്ടാക്കുന്നത് ആരാണ്, ഇത് എങ്ങനെ ഉണ്ടായി എന്നൊക്കെയുള്ള ഇതിൻ്റെ ഒരു ഉറവിടം തേടിയാണ് ഞാനിപ്പോൾ മൈസൂർ വന്നിരിക്കുന്നത്. എന്നിട്ട് മൈസൂർ പാക്കിൻ്റെ വിശേഷങ്ങൾ പോകാം വീട്ടിലേക്ക്. ആയിരത്തി 1935 അന്നത്തെ മൈസൂർ രാജാവായിരുന്ന നൽവാടി കൃഷ്ണരാജ വാഡിയാർ നാലാമൻ വ്യത്യസ്തമായ എന്തെങ്കിലും മധുരപലഹാരം കഴിക്കാൻ ആഗ്രഹിച്ചു. രാജാവിൻ്റെ ആഗ്രഹം കൊട്ടാരത്തിലെ മികച്ച പാചകക്കാരനായിരുന്ന കക്കാസുര മാടപ്പയോട് പറഞ്ഞു. രാജാവിൻ്റെ ആഗ്രഹപ്രകാരം കക്കാസുര മാടപ്പ പുതിയതായി ഒരു മധുരപലഹാരം രാജാവിന് കാഴ്ചവെച്ചു. രാജാവ് അതിരുചികരമായ ഈ മധുരപലഹാരം ഉണ്ടാക്കിയ കക്കാസുര മടപ്പയ്ക്ക് കൈനിറയെ സമ്മാനങ്ങൾ നൽകുകയും ആ മധുരത്തിന് മൈസൂർ പാക്ക് എന്ന് പേരിടുകയും ചെയ്തു. 1936 കക്കാസുര മടപ്പ ദേശീയ കേന്ദ്ര സ്വീറ്റ് സ്റ്റാൾ എന്ന പേരിൽ മൈസൂർ പാക്ക് വിൽക്കുന്ന ഒരു കട ആരംഭിച്ചു. 1954 കക്കാസുര മടപ്പയുടെ പാത പിന്തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ബസവണ്ണ തുടങ്ങിയതാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ഗുരു സ്വീറ്റ്സ് മാർട്ട്. ഇപ്പോൾ 5ാം തലമുറയിലുള്ള നടരാജാണ് ഈ ഗുരു സ്വീറ്റ്സ് മാർട്ട് നടത്തുന്നത്. അതേപോലെ മൈസൂരിൽ കുറച്ചധികം കടകളിൽ മൈസൂർ പാക്ക് നമുക്ക് മേടിക്കാൻ കിട്ടും. പക്ഷേ ഒറിജിനൽ മൈസൂർ പാക്ക് കിട്ടുന്ന കട ഈ ഗുരു സ്വീറ്റ്സ് മാർട്ട് മാത്രമാണ്. ഗീല് ചെയ്ത ഒരു മൈസൂർ പാക്ക് അദ്ദേഹം തന്നു. ഞാനതൊന്ന് നോക്കട്ടെ. സാറേ എന്നൊക്കെ പറയുന്ന പോലെ എന്തൊരു ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റ്. അതായത് ഒരുപാട് കുറേ ടൈപ്പിലുള്ള മൈസൂർ പാക്കുകളുണ്ട്. ഇത് ഗീലുണ്ടാക്കിയതാണ്, പിന്നെ വനസ്പതിയിൽ ഉണ്ടാക്കുന്നതുണ്ട്. പിന്നെ വേറൊരു സംഭവം നമുക്കറിയാമോ, ഈ മൈസൂർ പാക്ക് ലോകത്ത് എവിടെ ഉണ്ടാക്കിയാലും, അതായത് വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൻ്റെ പേര് മൈസൂർ പാക്ക് എന്ന് തന്നെ ആയിരിക്കും. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയാലും തലശ്ശേരി ഉണ്ടാക്കിയാലും കാസർഗോഡ് ഉണ്ടാക്കിയാലും ഇതിൻ്റെ പേര് മാറ്റാൻ പറ്റത്തില്ലല്ലോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓ, ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചി. മൈസൂർ പാക്ക് നമ്മൾ പലയിടത്തുനിന്നും കഴിച്ചിട്ടുണ്ടല്ലോ, പക്ഷേ ഇവർ ഉണ്ടാക്കുന്ന ആളുകൾ തന്നെ, യഥാർത്ഥ ഓണേഴ്സ് തന്നെ ഇത് ഉണ്ടാക്കി അവിടുന്ന് കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ വയ്യ. ഓ, നമ്മുടെ രസഗുള്ളയൊക്കെ ഇരിക്കുന്നത് പോലെ ഒരു സാധനം. ഇവരിപ്പോൾ അതിൻ്റെ പേര് പറയുന്നത് വെച്ചാൽ ചെമ്പാക്കളി എന്ന് കേട്ടോ. ഒന്ന് നോക്കട്ടെ. ഓ, വേണ്ട
ഇത് വേറൊരു സംഭവമാണ്. കണ്ടു കഴിഞ്ഞാൽ നമ്മളവിടെ കിട്ടുന്ന മൈസൂർ പാക്ക് പോലെ ഉണ്ട്. പക്ഷേ ഇത് പുള്ളി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ മിൽക്ക് കേക്ക് എന്നാണ് ഇതിൻ്റെ പേര് പറഞ്ഞത്. അതായത് മൈസൂർ പാക്കിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റ്. ഒന്ന് നോക്കട്ടെ. കൊള്ളാം. പക്ഷേ ആദ്യമേ ആ ഗീല് തന്ന സംഭവം അതാണ് അടിപൊളി. കൊള്ളാം. ഇതും അടിപൊളിയാണ്. മറ്റേതാണ് എനിക്ക് കൂടുതലായിട്ട് താല്പര്യം തോന്നുന്നത്. അടുത്ത ഒരു സ്വീറ്റ് ബാദുഷ എന്നാ പേര് കേട്ടോ. അവിടെ ಆಂಟಿ ಬಟ್ಟೆ ಅಂಗಡಿಗೆ ಬಂದಾಗ ನಾನು ಮಾಡ್ತೀನಿ. 100 ರೂಪಾಯಿ ಎಕ್ಸ್ಟ್ರಾ ಇಸ್ಕೊತೀನಿ ಆಂಟಿ ಹತ್ರ. ബാദുഷ കൊള്ളാം. നമുക്ക് അദ്ദേഹം അടുത്തൊരു മൈസൂർ പാക്ക് തന്നിരിക്കുകയാണ്. അതായത് ഇത് ഗീയും പാലും കൂടെ ചേർന്നിട്ടുള്ളതാണ് കേട്ടോ. ഗീ വിത്ത് മിൽക്ക് മൈസൂർ പാക്ക് എന്നാണ് അതിൻ്റെ പേര്. ഗീ വിത്ത് മിൽക്ക് മൈസൂർ പാക്ക്. പൊളി. മധുരം ഇനിയിപ്പം കഴിക്കേണ്ടി ഇതിലും തോന്നുന്നു. ഇവര് ഈ മൈസൂർ പാക്ക് എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം എന്ന് പറയുമോ? ഷുഗർ സിറപ്പ് എന്നാ. ഷുഗർ സിറപ്പ്. വാ, ഇത് നമ്മളവിടെയും എല്ലാം കിട്ടുന്നത് ഓർഡിനറി മൈസൂർ പാക്ക്. ഇത് നോക്കാം. ഇത് നമ്മളവിടെ കിട്ടുന്ന നോക്കാം. ഇത് നേരത്തെ കഴിച്ച സംഭവം അതെന്തായാലും നമ്മളവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. അത്ര ഈ സംഭവം ഇത് ഓർഡിനറി മൈസൂർ പാക്ക് ആണെങ്കിലും നമ്മളവിടെ കിട്ടുന്നതാണെങ്കിലും അതിനും ഒരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ലഡു അത് നോട്ടെ. ആ, കുഴപ്പമില്ല ലഡു. പക്ഷേ ബാക്കി മറ്റേ ഗീ മൈസൂർ പാക്കിൻ്റെയും മിൽക്ക് വിത്ത് ഗീയുടെ ഒന്നും പരിസരത്തോടെ എത്തിയിട്ടില്ല. ഇതൊരു ഓക്കെ ഫീൽ. നമ്മൾ നേരത്തെ ടേസ്റ്റ് ചെയ്ത മൈസൂർ പാക്കുകളല്ലാതെ നമുക്ക് 7 ടൈപ്പുള്ള മൈസൂർ പാക്ക് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അത് ജാഗറി മൈസൂർ പാക്ക്, ബദാം മൈസൂർ പാക്ക്, ഡ്രൈ ഫ്രൂട്ട് മൈസൂർ പാക്ക്, കജ്ജു മൈസൂർ പാക്ക്, ഈ നേരത്തെ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ പല ഐറ്റങ്ങളുണ്ട് കേട്ടോ.